ഹായ് മുത്തുമണികളെ, ഇന്നലെ ഞാനൊരു സിനിമ കേട്ടോ. നമ്മുടെ ഷൈനികത്തിൻ്റെ ദൃഢം എന്ന സിനിമ, മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം എനിക്ക് ടോട്ടലി ഒരു അടിപൊളി പടമായിട്ട് തോന്നി. ഒരുപാട് ചില ആളുകളൊക്കെ നെഗറ്റീവ്, അതായത് പ്രത്യേകിച്ച് അശ്വന്ത് വോക്ക്. ഞാൻ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകുന്ന ഒരാളല്ല. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടേതായ ഒരു ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഇതിൽ പറയുമെങ്കിൽ കൂടി ഒരു സിനിമ എത്രത്തോളം മോശമാക്കി പറയാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കി റിവ്യൂ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാളെ ഒരു റിവ്യൂവിന് ഞാൻ ഒരിക്കലും വില കൊടുക്കാറില്ല. കാരണം നമ്മൾ ക്യാഷ് കൊടുത്തൊരു പടം കാണാൻ പോകുമ്പോൾ നമ്മളതായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണണം പടം. അല്ലാതെ അശ്വന്ത് ഗോക്കല്ലല്ലോ ഒരു മെയിൻ റിവ്യൂവർ. അങ്ങനെയാണ് പുള്ളിക്കൊരു സ്വന്തമായിട്ട് സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് സംവിധാനം ചെയ്താൽ മതി. അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു ഇത് നമ്മളൊരിക്കലും നോക്കാറില്ല. നമ്മളെ അഭിപ്രായത്തിൽ എപ്പോഴും സിനിമയോ അല്ല മറ്റു എന്തും നമ്മളെ സ്വന്തം അഭിപ്രായം നമ്മൾ ചെന്ന് കണ്ട് വിലയിരുത്തണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ചിത്രം തുടക്കത്തിൽ അതായത് ഒരു പുതിയതായിട്ട് ഒരു ഇടുക്കിയിൽ ഒരു പ്രശ്നമല്ലാത്തൊരു ഏരിയയിൽ ചാർജ് എടുക്കാൻ വരുന്ന ഒരു SIയുടെ കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഷൈനികയിൽ വരുന്നത്. ഒരു യുവാവായ ഒരു പോലീസുകാരൻ. അതിൻ്റെ എന്താ പറയുക, ഒരു പുതുമയുണ്ട്. കാരണം അധികം യുവാക്കളായിട്ട് അധികം SI ക്യാരക്ടർ നമ്മുടെ പൃഥ്വിരാജൊക്കെ പഴയ സത്യം സിനിമ. പക്ഷെ എന്നാലും പുള്ളിയുടെ ഒരു ബോഡി കാര്യങ്ങൾ വെച്ച് പുള്ളിക്ക് ഒരു അത്യാവശ്യം ലേശം ഏജ് ആ ടൈമിലും 21 വയസ്സ് അങ്ങനെ എന്തോ തോന്നാട്ട് 21 20 എനിക്ക് കറക്റ്റ് അറിയാം. ആ ഒരു ടൈമിൽ പുള്ളിയെ കാണുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചെറുപ്പക്കാരനായിട്ട് നമുക്ക് അധികം ഫീൽ ആകും. പക്ഷെ ഒരു നോർമലി ഇതായി തോന്നും. പക്ഷെ ഇതിൽ ഒരു യുവാവിൻ്റെ കറക്റ്റ് ഇതായിട്ട് ഒരു പുതിയതായിട്ട് ഒരു പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് പുള്ളിക്ക് അതിനെക്കുറിച്ച്, അതായത് ആ ഒരു സ്റ്റേജിൽ നിന്ന് വലിയൊരു പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു നോർമൽ ഒരു സ്ലോ രീതിയിൽ ഇങ്ങനെ ഒരു നാട്ടിൻപുറത്ത് അതിന് കേസും കാര്യം. പിന്നെ അദ്ദേഹം വന്നതിന് ശേഷം അവിടെ ഒരു കൊലപാതകം നടക്കുന്നു, പിന്നെ ഒരു ബാങ്ക് റോബറി നടക്കണേ, 2-3 ആളുകൾ മരണപ്പെടുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇങ്ങനെ കഥ ഇങ്ങനെ വികസിക്കും. പുള്ളി ആദ്യമൊക്കെ നോർമലി എന്താ പറയുക, ഒരു പൊസിഷനിലെത്തുമ്പോൾ, അതായത് ഒരു SIയുടെ ആ പൊസിഷനിൽ എത്തുമ്പോൾ പുള്ളിക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ടൈം വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ ചെറുതായ പോരായ്മകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതായത് ആ പുള്ളിയുടെ ക്യാരക്ടറിനല്ല, പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിന്. അതായത് നമ്മളൊരു അറിയാത്ത മേഖലയിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അറിവില്ലായ്മൻ്റെ ചെറിയ കാര്യം, അത് ആ ഒരു ക്യാരക്ടർ, ആ ഒരു എന്താ പറയുക കഥാപാത്രത്തിൻ്റെ മാറ്റങ്ങൾ ആ ഒരു ക്യാരക്ടർ, അതായത് ഷൈനികത്തിൻ്റെ ഇതിൽ, അതായത് പുള്ളിയുടെ അഭിനയത്തിലുള്ള ഇതല്ല പറഞ്ഞത്, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ആ ഒരു ഇതിൽ അതുപോലെ അവരുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള പോലീസുകാരും പക്ഷേ പറഞ്ഞ പോലെ തന്നെ അവർ ഒരുപാടുണ്ട് ഈ നാടക രീതിയിൽ ഇങ്ങനെ ഡയലോഗ്. കാരണം ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളായി തോന്നിക്കണം. അത് സത്യമായ കാര്യം കേട്ടോ. അത് എല്ലാവരും പറയുന്ന കാര്യം പോലെ തന്നെ അവർ ഒരുമാതിരി ഒരു നാടകീയത ചില ഭാഗങ്ങളിൽ വരുന്നുണ്ട്. പിന്നീട് അത് നമ്മുടെ ഇൻ്റർവെല്ലിൽ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടോ. പിന്നെ അവിടെ നിന്ന് ഫാസ്റ്റായിട്ട് തുടങ്ങാം. പിന്നെ ഷൈനികത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എന്താ പറയുക ആ ഒരു മാറ്റം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. വളരെ എന്താ പറയുക ഒരു തന്മയത്വത്തോടെ ആ ക്യാരക്ടർ ആ ഒരു കൊലപാതകത്തിന് ബാങ്ക് റോബറിയുടെ കാര്യങ്ങളൊക്കെ പുള്ളീനെ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ പുള്ളിക്ക് ഒരു ക്രൂഷ്യൽ ടൈമിൽ അതിന് എന്താ പറയുക എങ്ങും എത്താതെ കേസ് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് സെക്കൻഡ് ഹാഫ് അത് പൊളിച്ചെടുക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു ക്ലൈമാക്സ്. ഞാൻ പേഴ്സണലി തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ക്ലൈമാക്സ്. നമ്മളൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കണം. നമ്മുടെ ഈ ദൃശ്യത്തിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് അതിൻ്റെ ക്ലൈമാക്സ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് അതും മാരക സാധനം കേട്ടോ. മാരകം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ടൈമിൽ കൊടുത്തതൊക്കെ ഹെവി സാധനം പറയാം. ഹെവി അതിൻ്റെ ക്യാരക്ടറൈസേഷൻ നമ്മൾ ഇന്നേ വരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് നമുക്ക് 100% പറയും. നമുക്ക് 1-2 വ്യക്തികൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഒരു കൂട്ടം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും മലയാള സിനിമയിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. അത് ദൃഢത്തിൽ നമ്മൾ കൊടുത്ത കാശ് നമുക്കൊരിക്കലും നഷ്ടമാവില്ല എന്ന് തോന്നിയൊരു ചിത്രമായിട്ടാണ് എൻ്റെ ഒരു പേഴ്സ്. കാരണം ഞാൻ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് തോന്നി.
അപ്പോൾ അതുകൊണ്ട് കാണാത്തവരൊക്കെ കാണാം. കാരണം നിങ്ങളുടെ അഭിപ്രായം, കാരണം അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് പടത്തിന് പോകാതിരിക്കും. കാരണം പുള്ളിയല്ലോ അവസാന വാക്ക്. കുറേ മണ്ടന്മാർ തന്നെ പറയാം, കുറേ മണ്ടന്മാർ അയാളെ റിവ്യൂ കണ്ടിട്ട് പടത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു പടം കാണുമല്ലോ. കാരണം പുള്ളി പറഞ്ഞ സിനിമ പുള്ളി മെയിൻ ഈ മമ്മൂക്ക സിനിമകൾക്ക് വളരെ നെഗറ്റീവ് റിവ്യൂ ഇടും. അത് ഈ മാസ് ചിത്രങ്ങൾക്കൊക്കെ പുള്ളി നെഗറ്റീവ് ഇടും. ഈ ഓഫ് ബീറ്റ് സിനിമ, മമ്മൂക്കയുടെ ഓഫ് ബീറ്റ് സിനിമ നല്ല പൊക്കി പറയാൻ എന്താ, ഈ ഓഫ് ബീറ്റ് ചിത്രങ്ങൾക്ക് കളക്ഷൻ എത്രത്തോളം ഉണ്ടാവും എന്നൊരു നമുക്കൊരു കണക്കുണ്ട്. പക്ഷെ മാസ് ചിത്രങ്ങൾ നല്ലോണം കളക്ഷൻ. അപ്പോൾ ഈ മമ്മൂക്കട ഇങ്ങനത്തെ വരുമ്പോൾ അതൊരിക്കലും 100 കോടി കിട്ടരുത്, 200 കോടി കിട്ടരുത്. പുള്ളി അതിനായിട്ട് ട്രോൾ ചെയ്തിട്ട് അത് കേട്ടിട്ട് പടം കാണാത്ത കുറേ മരങ്ങോടന്മാരുണ്ട്. ഇപ്പോഴും അയാളതാണ് അവസാന വാക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അവരോട് പറയാനുള്ളൂ, അയാളത് കേട്ടിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അയാളെ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അതായത് അവർ പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളതിന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ഇതുണ്ടാവില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ മറ്റൊരാളെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങളതിന് പോയിട്ട് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാം, നിരാകരിക്കാം. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും എഴുതിക്കോളി. ഓക്കെ.